പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്കുള്ള ക്ഷേമ പദ്ധതി ലഡ്കി ബഹിൻ യോജനയിലൂടെ മഹാരാഷ്ട്രയിൽ 14,000-ഓളം പുരുഷന്മാർ ആനുകൂല്യം തട്ടിയെന്നാണ് കണ്ടെത്തൽ. 21-നും 65-നും ഇടയിൽ പ്രായമുള്ള 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള സ്ത്രീകൾക്കാണ് പ്രതിമാസം 1,500 രൂപ ലഭിക്കേണ്ടത്. പക്ഷേ ഈ പദ്ധതിയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ മഹായുതി സഖ്യത്തിന് ഏറെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയ പദ്ധതി കൂടിയാണിത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്? എന്താണ് കണ്ടെത്തൽ? വിശദമായി പരിശോധിക്കാം. മഹാരാഷ്ട്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് WCD നടത്തിയ ഓഡിറ്റിലാണ് 14,298 പുരുഷന്മാർക്ക് 21.44 കോടി രൂപ സ്ത്രീക്ഷേമ പദ്ധതിയുടെ പേരിൽ അനർഹമായി ലഭിച്ചതായി കണ്ടെത്തിയത്. ഓൺലൈൻ രജിസ്ട്രേഷനിൽ കൃത്രിമം കാണിച്ച് സ്ത്രീ ഗുണഭോക്താക്കൾ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്താണ് പുരുഷന്മാർ ആനുകൂല്യം നേടിയെടുത്തത്. പണം വിതരണം ചെയ്ത് 10 മാസത്തിന് ശേഷം മാത്രമാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഒരേ കുടുംബത്തിൽ തന്നെ മൂന്നാമതായി ചേർന്ന 7.97 ലക്ഷം സ്ത്രീ പേരുകളിലാണ് ഏറ്റവും ഗുരുതര ക്രമക്കേട് നടന്നത്. ഒരു കുടുംബത്തിൽ പരമാവധി 2 സ്ത്രീകൾക്കാണ് ആനുകൂല്യം ലഭിക്കേണ്ടത്. ഇത് വ്യാപകമായി ലംഘിക്കപ്പെട്ടു. ഖജനാവിന് 1,796 കോടി രൂപ ഇതുവഴി മാത്രം നഷ്ടമുണ്ടായി. 65 വയസ്സിന് മുകളിലുള്ള 2.87 ലക്ഷം സ്ത്രീകൾക്കും ആനുകൂല്യങ്ങൾ ലഭിച്ചു. പ്രായപരിധി കവിഞ്ഞതും പ്രായപരിധി ആവാത്തതുമായ അപേക്ഷകർ ആനുകൂല്യം നേടിയതുവഴി മാത്രം 431.7 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നാണ് കണ്ടെത്തൽ. 4 വീലർ അടക്കം സ്വന്തമായുള്ള 1.62 ലക്ഷം വീടുകളിലെ സ്ത്രീകൾ ഗുണഭോക്തൃ പട്ടികയിൽ ഇടം പിടിച്ചെന്നും കണ്ടെത്തലിലുണ്ട്. WCD റിപ്പോർട്ട് അനുസരിച്ച് യോഗ്യതയില്ലാത്ത സ്ത്രീകൾക്ക് ധനസഹായം വിതരണം ചെയ്തതിലൂടെ ആകെ 1,640 കോടിയുടെ നഷ്ടം ഖജനാവിനുണ്ടായി. അതായത് വ്യാപക ക്രമക്കേട് ലഡ്കി ബഹിൻ യോജന വഴി മഹാരാഷ്ട്രയിൽ നടന്നുവെന്ന് വ്യക്തം. 26.34 ലക്ഷം യഥാർത്ഥ ഗുണഭോക്താക്കൾ പദ്ധതി ആനുകൂല്യം നേടിയെന്നാണ് സർക്കാർ വാദം. അതേസമയം ദരിദ്ര സ്ത്രീകൾക്കായുള്ള പദ്ധതിക്ക് പുരുഷന്മാർ ഗുണഭോക്താക്കളായെങ്കിൽ ആ പണം തിരിച്ചുപിടിക്കുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഉപമുഖ്യമന്ത്രി അജിത് പവാർ പറയുന്നത്. തട്ടിപ്പിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും SITയോ EDയോ ഇത് അന്വേഷിക്കണമെന്നും NCP MP സുപ്രിയ സുലെ ആവശ്യപ്പെട്ടു. 2024 ഡിസംബറിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് ലഡ്കി ബഹിൻ യോജന അവലോകനം ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. വനിതാ ശിശുക്ഷേമ മന്ത്രി അദിതി തട്കറെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് 5 ലക്ഷം അനർഹരായ ആളുകളുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. പുരുഷന്മാർ ആനുകൂല്യം അനർഹമായി നേടിയ കാര്യം സർക്കാർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അനർഹരായവർ ആനുകൂല്യം നേടിയത് കണ്ടെത്തിയതിനെ തുടർന്ന് 2025 ജൂൺ മുതൽ ധനസഹായ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.